ട്രെയിൻ ഫിസിക്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. പ്ലസ് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കവർ ചെയ്യാൻ പോവുകയാണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് 0.004 ഈ നമ്പറിൽ എത്ര നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂള് ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ പഠിക്കാം. ഓക്കെ, നോൺ സീറോ ഡിജിറ്റ് ആണോ? നോ ഡൗട്ട് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇതിൽ നോൺ സീറോ ഡിജിറ്റ് 4 ഉണ്ട്. അപ്പം 4 എന്തായാലും ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഇനി ഈ സീറോയുടെ കേസിലാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട്. ഓർത്തോ, ഫസ്റ്റ് എക്സാമ്പിൾ ഇത് ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 0.004 4 എത്തിയാണ്. ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 4 ആണ്. അതിന് തൊട്ട് മുന്നേ വരുന്ന എല്ലാ സീറോസും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതായത് സിഗ്നിഫിക്കൻ്റ് അല്ല. അതായത് 0.004 ആകെ 4 മാത്രമാണ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 ആണ്. 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1. ഇനി 0.2140 ശ്രദ്ധിച്ചോ, നോൺ സീറോ ഡിജിറ്റ്സ് 214 എന്തായാലും സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീറോയുടെ കാര്യത്തിലാണ് ഈ ഡൗട്ട് ഉള്ളത്. ഈ സീറോ എന്തായാലും സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ, ഈ സീറോയുടെ കാര്യത്തിലാണ് ഈ ഡൗട്ട് ഉള്ളത്. ശ്രദ്ധിച്ചോണം, പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റേക്ക് വരുന്ന സീറോസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ തിരക്കും അല്ലാതെ പക്ഷേ ആണ്. കാരണം ഇതിന് നമുക്ക് 0.214 എന്ന് വെറുതെ എഴുതിയാൽ മതിയായിരുന്നു. എന്നിട്ടും ഇവിടെ ഒരു സീറോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കാര്യം ഉണ്ടെന്നല്ല അർത്ഥം. അതായത് ആ സീറോയ്ക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ആ സീറോ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റേക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതായത് പോയിന്റുള്ള സംഖ്യകളിലെ ലാസ്റ്റ് എൻഡിങ് സീറോസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എഴുതി നോക്കാം, 214 this zero is also significant here. അപ്പോൾ 1 2 3 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, 4.200 4 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 സിഗ്നിഫിക്കൻ്റ് ആണ്. തൊട്ട് മുന്നേ പറഞ്ഞു പോയിന്റ് ഉള്ള സംഖ്യയിൽ ലാസ്റ്റേക്ക് വരുന്ന സീറോസ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 1 2 3 4 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അടുത്തത് 0.000002032. ഫസ്റ്റ് കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് 2 ആണ്. 2ന് മുന്നേ വരുന്ന എത്ര സീറോസ് വന്നാലും അതൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് അല്ല, അതായത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് വെച്ചേ 3യും ഈ 2യും സിഗ്നിഫിക്കൻ്റ് ആണ്. നോൺ സീറോ ഡിജിറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി 2നും 3നും ഇടയിൽ ഒരു സീറോ കിടക്കുന്നുണ്ട്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നോക്കണം. നോ ഡൗട്ട്, രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ സീറോ വന്നാൽ അത് ഷുവർ ആയിട്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ സീറോ വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 1 2 3 4. അപ്പോൾ ടോട്ടൽ ഇവിടെ 4 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് 3.65 × 10⁻⁶. ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് മാറ്റി എഴുതി നോക്കാം. 3 6 5 0 0 0 0 എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, 10⁻⁶ ഉണ്ടല്ലോ, ഞാൻ വെറും 4 സീറോസ് മാത്രമേ പകരം എഴുതിയിട്ടുള്ളൂ. കാരണം എന്താ, 10⁻�6 രണ്ട് സീറോസിൽ ഈ പോയിന്റിനെ ഇവിടേക്ക് മാറ്റാൻ യൂസ് ചെയ്യും. അതായത് 3.65നെ 365 അടുപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ട് 2 സീറോസ് യൂസ് ചെയ്യും. ബാക്കി 4 സീറോസ് നേരത്തെ ഇട്ട് കൊടുക്കണം. ഇനി ശ്രദ്ധിക്കണം, എൻഡിങ് സീറോസ്, അതായത് പോയിന്റ് ഇല്ലാത്ത സംഖ്യകളിലെ എൻഡിങ് സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പൊ ടോട്ടൽ 3 6 5. പോയിന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ എൻഡിലേക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആവുള്ളൂ. പോയിന്റ് ഇല്ലാത്ത സംഖ്യ തന്നെയാണ് ഇത്. ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇതൊരു പോയിന്റ് ഇല്ലാത്ത സംഖ്യയാണ്. പോയിന്റ് ഇല്ലെങ്കിൽ ഇതെന്താണ്? നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആയിരുന്നു. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിങ്ങനെ മാറ്റി എഴുതുന്നത് തന്നെയില്ല. ഇവിടെ നോക്കിയിട്ട് തന്നെ 3 6 5 ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവിടെ 3 വന്നതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇവിടെ തന്നത്. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 2.12 × 10⁻⁻5. 10⁻⁻5 എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഉള്ള സംഖ്യകളാണ്. ഇപ്പോൾ 0.0000212 ഇതിന് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് 2.12 × 10⁻⁻5 ആണ്. അപ്പോൾ മൈനസ് അല്ലെങ്കിൽ ഓരോ പോയിന്റ് മാറ്റിയിട്ട് ഇത് പോയിന്റ് ഇട്ട് കൊടുക്കുക. അതായത് 2.12 വരെ. അപ്പം 1 2 3 4 5 സ്ഥാനം നോക്കിയിട്ട് കുത്തിട്ട് കൊടുക്കണം. അപ്പം പോയിന്റ് 0.0000212 ഇത്. ഓക്കെ, ഇതിന്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പോലെ തന്നെയല്ലേ, അല്ലെങ്കിൽ ഈ 4th എക്സാമ്പിൾ പോലെ തന്നെയല്ലേ, 0.000 സംതിങ്. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുന്നേ വരുന്ന സീറോസ് ഒക്കെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെയും 3 ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നോക്കി എഴുതാൻ പറ്റുള്ളൂ, 1 2 3. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ 3 വന്നുള്ള എക്സ്പ്ലനേഷൻ
മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൻസേഴ്സ് വിത്ത് കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. നമുക്ക് ഒരു 4 മാത്സ് കൊടുത്തിട്ടുണ്ട്, മാത്സ് ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇതിന്റെ ആൻസേഴ്സ് എഴുതണം, വെറുതെ എഴുതിയ പോലെ ആ ആൻസേഴ്സിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതണം. നോക്കാം, നമുക്ക് ആദ്യം ആൻസേഴ്സ് മാത്രം എഴുതാം. 8.10 പ്ലസ് 1.4 ചെയ്താൽ എത്ര കിട്ടുക? 9.50. 9.50 അല്ലേ? കറക്റ്റ് അല്ലേ? സൈഡിൽ ചെയ്ത് കാണിക്കാം. 8.10 പ്ലസ് 1.4 പോയിന്റ് നേരത്തെ എഴുതാം, ആഡ് ചെയ്യാം. 0 4 പ്ലസ് 1 5 8 പ്ലസ് 1 9 9.50 കിട്ടും. 9.50 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ആൻസേഴ്സ് വിത്ത് കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കാം. ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത്. പക്ഷേ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആർക്കാണോ അതിന് ഈക്വൽ ആയിരിക്കണം. നമ്മളിപ്പം 8.10യും 1.4 കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടിയത്. 8.10 1 2 3 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. 1.4ലോ 1 2 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഏതാണ് കുറവ്? 2 എന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് കുറവ്. ആ കുറവായിട്ടുള്ള 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് തന്നെ ഏതിലുണ്ടാകാവൂ? നമ്മുടെ റിസൾട്ടിലും ഉണ്ടാകാവൂ. അതായത് 9ഉം 5 എഴുതാൻ പാടുള്ളൂ, 0 എഴുതാൻ പാടില്ല. അപ്പൊ 9.5 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും അഡീഷൻ മാത്രം ബാധകമായിട്ടുള്ള റൂളാണ് ഇത്. അല്ല, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഏത് തന്നെ ആയാലും റിസൾട്ടിൽ ഏതാണോ മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അതിന് ഈക്വൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് റിസൾട്ടിൽ ഉണ്ടാവുള്ളൂ. നോക്കാം, 8.10 മൈനസ് 1.4 ഇതിന്റെ ആൻസർ 6.70 എന്നാണ്. 6.70 എന്നാണ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ കിട്ടുക. ശരിയല്ലേ? സൈഡിൽ എഴുതാം 8.10 മൈനസ് 1.4 പോയിന്റ് നേരെ എഴുതാം. 0 11 4.7 7 1.6 6.70 എന്നാണ് ആൻസർ കിട്ടുക. ഈ 6.70 ഇതാണ് നമ്മുടെ ആൻസർ എങ്കിലും കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആക്കി എഴുതണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ ഇതിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, ഇതിൽ 2 എണ്ണാണുള്ളത്. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഏതാണ് കുറവ്? 2. ഈ 2 എണ്ണം മാത്രമേ ഉള്ളൂ, 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ റിസൾട്ടിലും ഉണ്ടാവാമോ. അതായത് 6ഉം 7ഉം മാത്രമേ എഴുതാവൂ, 0 എഴുതരുത്. അപ്പൊ മാറ്റി എഴുതുന്ന എങ്ങനെ കിട്ടും? 6.7. അടുത്തത് 8.10 ഇൻറ്റു 1.4 ഇൻറ്റു 1 മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, റൂള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക 11.34 എന്നാണ്. 11.34 എന്നാണ്. പക്ഷെ നമ്മുടെ ആൻസറിൽ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ പറ്റുള്ളൂ. കാരണം ഇതിൽ 3 ആണ്, ഇതിൽ 2 ആണ്. 2 ആണ് മിനിമം. ആ മിനിമം നമ്പർ ആയിട്ട് 2 തന്നെയുള്ളൂ ഇതിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ 1 ഇപ്പോൾ ഈ 3ഉം 4ഉം എഴുതാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2 ആക്കി എഴുതുമ്പോൾ ഇതിന് 11 എന്ന് മാത്രമേ എഴുതാവൂ. ഈ 3യും 4യും നമ്മൾ നെഗ്ലക്ട് ചെയ്താവും. കാരണം 5നേക്കാൾ കുറവായിട്ടുള്ള വാല്യൂ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്താൽ മതി. അടുത്തത് 8.10 ഡിവൈഡഡ് ബൈ 1.4 ഇതിന്റെ ആൻസർ കിട്ടുക 5.78 എന്നാണ്. 5.78 സംതിങ് ഒക്കെ കിട്ടോ, ഞാൻ എഴുതുന്നില്ല മാത്രം. പക്ഷേ ഇതിന് 3 നമ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, ഇതിന് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്, മിനിമം 2 ആണ്. അപ്പോൾ 2 ഇതിന്റെ ആൻസറിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരാവും. അപ്പൊ നമ്മൾ ഇതിന് എന്തെന്ന് എഴുതാം? 5ഉം 7ഉം മാത്രമേ എഴുതാവൂ, 8 ഒഴിവാക്കുക. പക്ഷെ ശ്രദ്ധിച്ചാൽ ഈ 8നെ ഡയറക്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ പാടുള്ളൂ. 8 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ എന്താ വലിയൊരു വാല്യൂ ആണ്, 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ ആണ് 8. 8നെ നേരിട്ട് നമുക്ക് തട്ടിക്കളയാൻ പറ്റില്ല. 8നെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒന്നിങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ 5.7 ഉള്ളത് 7 + 1 8 എന്നായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അപ്പം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഏത് തന്നെയായാലും മിനിമം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഏതാണോ ആ നമ്പറിന് ഈക്വൽ ആയിരിക്കും ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1 2 1 2 1 2 1 2 അതായത് 2 ആണ് ഓരോന്നിലും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചാർജ് ഓഫ് ഇലക്ട്രോൺ 1.6 × 10⁻⁻19 ആണ്. ഇതില് 10⁻⁻19 പറയുന്നത് 19 ഈ -19 പറയുന്ന പേരാണ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് വേണ്ടി സ്മോൾ ലെറ്റർ എമ്മിനോട് നോട്ട് ചെയ്യാം. ഏതൊരു സംഖ്യയിലും നമുക്ക് ഇങ്ങനെ 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഏതൊരു സംഖ്യ ആയിക്കോട്ടെ അതിനെ നമുക്ക് ഈ ഫോമിൽ x.y z × 10⁻m എന്ന ടേംസിൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതുമ്പോൾ ഈ
പവർ 10ന്റെ പവർ എത്രയാണോ വരുന്നത് അതിന് പറയുന്ന പേരാണത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. നമുക്ക് എക്സാമ്പിൾസിലേക്ക് നോക്കാം. 3108 ഇതിനെ നമുക്ക് 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതണം. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നോക്കണം, ഫസ്റ്റ് ലെറ്റർ ഏതാ, ഫസ്റ്റ് ഡിജിറ്റ് ഏതാ, 3 ആണ്. ഈ 3 5നേക്കാൾ ചെറുതാണ്. അത് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂളാണ് പറയുന്നത്. ഫസ്റ്റ് ലെറ്റർ എക്സ് അത് 3 ആണ്. 3 5നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3.108 into 10⁻³ എന്ന് എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ 3 എന്ന് എഴുതിയത്? കാരണം 3108 3 സ്ഥാനം നീക്കിയിട്ട് ഞാൻ കുത്തിട്ട് 1 2 3 അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ വ്യത്യാസം ഇല്ലാതിരിക്കണമെങ്കിൽ 10⁻³ അതായത് 1000 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 10⁻³ പവർ 3 നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് m = എത്രയാ? 3 ആണ്. ഏതൊരു സംഖ്യയും ഈ ടേംസിലേക്ക് അതായത് 10ന്റെ പവർ ആക്കിയിട്ട് മാറ്റി എഴുതാൻ പറ്റും. നെക്സ്റ്റ് ആണ് 1.28 1 എക്സിനേക്കാൾ കുറവാണ് അല്ലേ, അതായത് 5നേക്കാൾ കുറവാണെങ്കിൽ എക്സ്. അപ്പൊ നേരത്തെ പോലെ തന്നെ എഴുതാം 1.28. ഇവിടെ ഓൾറെഡി 1.28 ആണ്, ഇതൊന്നും മാറ്റൊന്നും വരുത്തണ്ട. ഇൻറ്റു എന്തായാലും 10ന്റെ പവറിന്റെ ടേംസിൽ എഴുതണം. അപ്പൊ 10⁻² എന്തെന്ന് എഴുതും? 0 എഴുതിയാൽ മതി. കാരണം 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 10⁻1 എന്നല്ല, ഏതൊരു സംഖ്യയുടെയും പവർ 0 ആണെങ്കിൽ അതിന്റെ മീനിങ് 1. 1.28 into 1 എന്നുള്ള മീനിങ് ആണ്. അതായത് 1.28 into 1 1.28 ആണ്. അപ്പം 10⁻0 വന്നു. അപ്പം m = ഇവിടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്രയാ? 0. നെക്സ്റ്റ് 5000. ഇവിടെ നോക്കിയേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നവരെ നമുക്ക് ഈ സെയിം റൂൾ ഇതേപോലെ തന്നെ എഴുതാം കേട്ടോ. ഇതിനെ 5.000 into 10⁻³ എന്ന് എഴുതാം. എന്തുകൊണ്ട്? കാരണം നമ്മളിവിടെ 3 സ്ഥാനം നീക്കിയിട്ട് കുത്തിട്ടു. 5 പോയിന്റ് കൂടെയാണ്. അപ്പം ഇതിന്റെ വാല്യൂ മാറ്റില്ലാതെ 5000 തന്നെ കിട്ടണമെങ്കിൽ 10⁻³ മൾട്ടിപ്ലൈ ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഈ പവർ ഇവിടെ 3 ആണ്. അപ്പം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് m = 3 ആണ്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 5100. ഇതിന് നമുക്ക് 5.100 എന്ന് എഴുതാം. പക്ഷേ ഈ 5.1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ? 5നേക്കാൾ വലിയ സംഖ്യയില്ല 5.1 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആവുന്ന കേസാണിത്. അതായത് 5നേക്കാൾ വലിയ വാല്യൂ വന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 5.1 അങ്ങനെ എഴുതാൻ പറ്റില്ല. 5നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പം 0.5100 എഴുതാം. ഓക്കെ, എത്ര സ്ഥാനം നീക്കിയിട്ട് അവിടെ കുത്തിട്ടത്? 1 2 3 4 ഇവിടെയാണ് കുത്തിട്ടല്ലേ? 4 സ്ഥാനം ഇങ്ങോട്ട് എടുത്തിട്ട് കുത്തിട്ടു. അപ്പൊ 10⁻4 മൾട്ടിപ്ലൈ ചെയ്താലുള്ളൂ ഈ വാല്യൂ ഈക്വൽ ആവുന്നില്ല. അപ്പം 0.5100 into 10⁻4 ആണ് ഇവിടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ എത്രയാണ്? m = 4. നമ്മൾ വിചാരിക്കും തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ പകരം 3 5 പോയിന്റ് സംതിങ് നേരിട്ട് പവർ 3 എഴുതാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം, ഇത് 5നേക്കാൾ തൊട്ട് വലിയ വാല്യൂ ആണ്. 5നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് എഴുതാൻ നോക്കണം. ഓക്കെ, അപ്പൊ m = 4. അതേപോലെ 6318. ഇവിടെ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 5നേക്കാൾ വലുതാണ്. അപ്പൊ എങ്ങനെ എഴുതണം? 0 പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 6318 into 10⁻². ഇത്രയും സ്ഥാനം നീക്കി കുത്തിട്ടു, 4 സ്ഥാനം നീക്കി കുത്തിട്ടു. അപ്പം സെയിം വാല്യൂ തന്നെ കിട്ടണമെങ്കിൽ 10000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 10⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് m = 4 എന്ന് കിട്ടും. അടുത്തത് 0.86. ഇവിടെ 8 എന്ന് പറഞ്ഞാൽ എക്സിനേക്കാൾ വലുതാണ്. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് തന്നെ എഴുതാവൂ, അങ്ങനെ തന്നെയാണ് നമുക്ക് തന്നത്. അതേപോലെ മാറ്റി എഴുതാം. എന്നിട്ട് 10⁻². പവർ എന്തെന്ന് വരും? നമുക്ക് 0 എഴുതിയാൽ മതി. കാരണം ഒരു മാറ്റമില്ല, 0.82 തന്നെയാണ് ഇവിടെ എഴുതേണ്ടി വന്നത്. അപ്പൊ 10⁻0 എന്നാൽ 1 മൾട്ടിപ്ലൈ ചെയ്ത സെയിം എഫക്റ്റ് ആണ്. അപ്പൊ ഇവിടെ പവർ അതായത് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 0 ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ഡയമെൻഷണൽ ഫോർമുല. ഓക്കെ, നമുക്ക് ആദ്യം 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മാസ്. ഒന്നുമില്ലല്ലോ, ഈ മാസിനെ ക്യാപിറ്റൽ M എന്നോട് ഡിനോട്ട് ചെയ്യാം. ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതിന് തന്നെ വേറെ ടേംസിൽ എഴുതാം കേട്ടോ. m L⁻0 T⁻0 m⁻1 L⁻0 T⁻. ഈ ടേംസിൽ എഴുതാം. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതിയാലും മതി, രണ്ടും സെയിം ആണ് കേട്ടോ. മാസ്. പിന്നെ ലെങ്ത് എങ്ങനെയാണ്? ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല L, ക്യാപിറ്റൽ L-ന് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ എഴുതുവാണെങ്കിലോ m⁻0 L⁻1 T⁻0. ഇങ്ങനെ എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാലും മതി. അടുത്താണ് ടൈം. ടൈമിന്റെ ഡയമെൻഷൻ
ഫോർമുല ക്യാപിറ്റൽ ടി ആണ് യൂസ് ചെയ്യുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ്. ടെമ്പറേച്ചറിന് കെൽവിന്റെ കെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കെൽവിന്റെ കെ. കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ആണ്. കറണ്ടിന്റെ ഡയമെൻഷൻ ഫോർമുല ആംപിയറിന്റെ ക്യാപിറ്റൽ എ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്താണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റ് ആയിട്ടുള്ള കാൻഡിലയുടെ സി ഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്പർ ഓഫ് മോൾസിലെ അതിനെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിന്റെ സ്മോൾ ലെറ്റർ എം ഒ എൽ സ്ക്വയർ ബ്രാക്കറ്റ്. ഇതൊക്കെ എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന് ഡയമെൻഷണൽ ഫോർമുലയുടെ ടേംസ് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഡയമെൻഷണൽ ഫോർമുല എഴുതാൻ പോവാണ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലെങ്ത് തന്നെയല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ ഫോർമുല ലെങ്ത് എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ ടൈമിന്റെ ക്യാപിറ്റൽ ടി. നേരത്തെ പഠിച്ചാലേ ക്യാപിറ്റൽ ടി. അത് നീറ്റാക്കി എഴുതുമ്പോൾ താഴെ ആളെ മുകളിലേക്ക് എത്തിക്കണം. രണ്ടും കൂടി ചേർത്തിട്ട് എഴുതല്. താഴെ ആളെ മുകളിലെത്തുമ്പോൾ -1 സ്ക്വയർ ബ്രാക്കറ്റ്. അടുത്തതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നെയല്ലേ, അതായത് വെലോസിറ്റി തന്നെ, വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിന്റെ എന്താണ് ഇപ്പൊ നേരെ കണ്ടുപിടിച്ചു, L(t⁻⁻1) ഡിവൈഡഡ് ബൈ വീണ്ടും ടൈം. താഴെ ടൈം മുകളിലെത്തിക്കണം. അപ്പം L(t⁻⁻1) ഓൾറെഡി ഉണ്ട്, അതിന്റെ അടുത്തേക്ക് ഒരു t⁻⁻1 കൂടി എത്തി. ഒന്ന് ചേർത്ത് എഴുതുമ്പോ L(t⁻2) എന്ന് വരും. ആക്സിലറേഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫോഴ്സ് നോക്കാം. ഫോഴ്സ് കാണാൻ ഇക്വേഷൻ എന്താ? ന്യൂട്ടന്റെ സെക്കൻഡ് F is equal to m into a എന്നാണ് മാസ് ആണ് അല്ലേ, ഇൻറ്റു ആക്സിലറേഷൻ. മാസിന്റെ m എഴുതുക ഇൻറ്റു ആക്സിലറേഷൻ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു L(t⁻2) ചേർത്ത് എഴുതുമ്പോൾ m(L(t⁻2). പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ എമ്മിന്റെ ഒന്നും പവർ ആയിട്ട് 1 എഴുതിയില്ല. ഇവിടെയൊക്കെ മീനിങ് എന്താ? L(1) തന്നെയാണ് കേട്ടോ. ഇവിടെ L(1), m(1), L(1) എഴുതിയാലും എഴുതിയതിനും ഒരു കുഴപ്പമില്ല. ഓക്കെ, സെയിം മീനിങ് തന്നെയല്ലേ. അടുത്താണ് ഏരിയ. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? എന്തിനെങ്കിലും ഏരിയ. ഫോർ എക്സാമ്പിൾ ഒരു റെക്ടാങ്കിൾ ആണെന്ന് ലെങ്ത് ഇൻറ്റു ബ്രെഡ് ആണ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്, ലെങ്ത് ആയാലും ബ്രെഡ് ആയാലും നീളം തന്നെയല്ലേ, L തന്നെ, L ഇൻറ്റു L, അതായത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ L². അടുത്തത് വോളിയം. വോളിയം കാണുന്ന ഇക്വേഷൻ ഒരു ബോക്സ് ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് എന്തായാലും L തന്നെയല്ലേ, L ഇൻറ്റു L തന്നെ, അതായത് L3. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. അത് തന്നെ വോളിയം കഴിഞ്ഞു. ഇനി നമുക്ക് ഡെൻസിറ്റി നോക്കുക. ഡെൻസിറ്റി കാണാൻ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. മാസ് ബൈ വോളിയം ആണ്. മാസ് m സ്ക്വയർ ബ്രാക്കറ്റ് ഡിവൈഡ് ബൈ വോളിയം L3. താഴെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ മൈനസ് ഇല്ലേ, അപ്പൊ m(L)−3 സ്ക്വയർ ബ്രാക്കറ്റ്. തീർന്നിട്ടില്ല. അടുത്തതാണ് പ്രഷർ. പ്രഷർ കാണാൻ ഇക്വേഷൻ എന്താ? പ്രഷർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത്? പ്രഷർ. ഫോഴ്സ് കാണാനുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, m(L)(t⁻2) ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പഠിച്ചു, L². താഴെ മുകളിലെത്തും. അപ്പൊ എന്ത് വരും? m(L)−1 ഇവിടെ ഉണ്ട്, -2 കൂടി വരും, t⁻², അതായത് m(L)−1 t⁻². ഇതാണ് പ്രഷറിന്റെ ഡയമെൻഷൻ ഫോർമുല. പ്രഷർ കഴിഞ്ഞാൽ ഇനി നമുക്ക് മൊമെന്റം പഠിക്കാം. മൊമെന്റം നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ടേംസ് ആണ്. മൊമെന്റം കാണാൻ ഇക്വേഷൻ എന്താ? P = m × v, വെലോസിറ്റി ആണ്. അപ്പോൾ m × വെലോസിറ്റി L(t⁻1). ഇനി ഇത് പോയ പോലെ അറിയാം അല്ലേ. അടുത്തത് എനർജി. എനർജി കാണാൻ ഇക്വേഷൻ എന്താ? എന്തെങ്കിലും എനർജി, ഏതൊരു എനർജി ആണെങ്കിലും സെയിം ഡയമെൻഷൻ ഫോർമുല. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി, mgh. m മാസ്, g ആക്സിലറേഷൻ, ഗ്രാവിറ്റി, h ഹൈറ്റ്. നോക്കാം, എഴുതി നോക്കാം. mg ആക്സിലറേഷൻ തന്നെയാണ്. അപ്പം നേരത്തെ പോലെ തന്നെ L(t⁻2) എഴുതിയാൽ മതി. h ആണ് ലെങ്ത് തന്നെയാണ്. ഓക്കെ, അതായത് m L ഉം L രണ്ട് L വരുമ്പോൾ L(2)
t raised to -2. എനർജി ആണ് എനർജി. ഓക്കെ, അടുത്ത വർക്ക് കാണാൻ ഇക്വേഷൻ എന്താ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ എന്തായിരുന്നു ഡയമെൻഷൻ ഫോർമുല? എം എൽ ടി റേസ് ടു -2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന ലെങ്ത് തന്നെയാണ്, അപ്പോൾ ഇൻറ്റു ലെങ്ത് ചേർത്ത് എഴുതുമ്പോൾ എം ഒരു എൽ ഇവിടെ ഉണ്ട്, ഒരു എൽ ഉണ്ട്, അപ്പോൾ ടോട്ടൽ 2 എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ, അടുത്തത് പവർ. പവർ കാണാൻ ഇക്വേഷൻ എന്താ? വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ് പവർ. The rate at which work is done is called power. അപ്പോൾ m l square t raised to -2 divided by time. സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം കേട്ടോ, ഡയമെൻഷൻ ഫോർമുല അല്ലേ. അപ്പോൾ m l square t raised to -3. ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് എത്ര വേണമെങ്കിലും നീട്ടാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ ഈ എനർജി, വർക്ക്, പവർ, ഫോഴ്സ്, പ്രഷർ ഇതൊക്കെ സാധാരണയായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് കൂടിയാണ് കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എറേഴ്സ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, let a dash is equal to 10 plus or minus 0.1, b dash is equal to 20 plus or minus 0.2, then find error in a dash plus b dash, a dash minus b dash, a dash into b dash and a dash divided by b dash. നോക്കാം, നമുക്ക് ആദ്യം അഡീഷൻ നോക്കാം. അഡീഷൻ ആണ് ഇത് സോൾവ് ചെയ്യാം. അഡീഷനിൽ നമുക്ക് എ ഡാഷും ബി ഡാഷും എററുള്ള വാല്യൂസ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിലും എന്തുണ്ടാവും? എററുള്ള റിസൾട്ടിനെ ഞാൻ സെഡ് ഡാഷിന് കൊടുക്കാം. അപ്പോൾ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എററുള്ള എ ഡാഷ് പ്ലസ് എററുള്ള ബി ഡാഷ്. ഓക്കെ, ഈ എററിന് മാറ്റി എഴുതുമ്പോൾ, അതായത് എറർ ഇല്ലാതിരുന്ന എയും ബിയും ആഡ് ചെയ്താൽ കിട്ടുന്ന ഇതിനെ സെഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു എ ഡാഷ് എന്തായിരുന്നു? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ഈ സെഡ് എന്താ? എ പ്ലസ് ബി, എറർ ഇല്ലാത്ത എയും ബിയും ആഡ് ചെയ്തായിരിക്കും ഇവിടുത്തെ സെഡ്. അതിന് കൂടെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ചേർന്നായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ. ഇങ്ങനെ രണ്ട് എററുള്ള വാല്യൂസിനെ ആഡ് ചെയ്യുമ്പോൾ എററോട് കൂടിയുള്ള ഒരു വാല്യൂ കിട്ടും. ഇനി എത്രയാണ് ഈ എറർ? ഈ എറർ കാണാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ ഇസഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. നോക്കാം, ഇൻ ദിസ് കേസ് ഡെൽറ്റ എ എത്രയാണ്? നമ്മുടെ എ ഡാഷ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് പറഞ്ഞ ഫോർമുല ആണ് ഇത്. ഇത് ബി ഡാഷ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന ഫോർമുല. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എന്റെ സ്ഥാനത്ത് 0.1 പ്ലസ് ഡെൽറ്റ ബിന്റെ സ്ഥാനത്ത് 0.2. അപ്പോൾ ടോട്ടൽ എറർ എത്രയാ? 0.3 ആയിരിക്കും. ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിൽ 0.3 എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിന് അഡീഷൻ കഴിഞ്ഞു. ഇനി സബ്സ്ട്രാക്ഷൻ. സബ്സ്ട്രാക്ഷനിൽ നമുക്കറിയാം, സബ്സ്ട്രാക്ട് ചെയ്താൽ എററുള്ള വാല്യൂ തന്നെ കിട്ടുക. കാരണം എററുള്ള വാല്യൂസ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് മൈനസ് ബി ഡാഷ് ആയിരിക്കും. ഇതിനെ എറർ ഇല്ലാതിരുന്ന എയും ബിയും മൈനസ് ചെയ്താൽ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, അതിന് സെഡ് പ്ലസ് ഓർ മൈനസ് എററുള്ള വാല്യൂസ് ആയത് കാരണം നമ്മുടെ റിസൾട്ടിലും ഒരു എറർ കടന്നു കയറിയിട്ടുണ്ടാവും. അപ്പം സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എ ഡാഷ് പകരം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഡെൽറ്റ സെഡ്, അതായത് റിസൾട്ടിലെ, അതായത് സബ്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിലെ എറർ കാണാനുള്ള ഇക്വേഷൻ ശ്രദ്ധിച്ചോ, ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി തന്നെയാണ്. നേരത്തെ സെയിം ഇക്വേഷൻ ആണ് സബ്സ്ട്രാക്ഷനിലും വരിക. അപ്പോൾ ഓർക്കണം, അഡീഷനിലും സബ്സ്ട്രാക്ഷനിലും ഡെൽറ്റ സെഡ് കാണാനുള്ള ഇക്വേഷൻ സെയിം ആണ്. ഓക്കെ, നോക്കാം. ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി, അതായത് 0.1 പ്ലസ് 2.3 നേരത്തെ സെയിം ആൻസർ കിട്ടും. ഡെൽറ്റ സെഡ് ഏത് സബ്സ്ട്രാക്ഷനിൽ ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു 0.3. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന എററുള്ള എ ഡാഷിനെയും ബി ഡാഷിനെയാണ്. അതായത് ഡെൽറ്റ എററുള്ള വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിലും എന്തുണ്ടാവും? എറർ ഉണ്ടാവും. എററുള്ള പ്രൊഡക്റ്റ് സെഡ് ഡാഷ് കൊടുക്കാം. സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻറ്റു ബി ഡാഷ് ആയിരിക്കും. ഓക്കെ, സെഡ് ഡാഷ് നമുക്ക് എന്ത് ചെയ്താൽ എറർ ഇല്ലാതെ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ, അതായത് എയും ബിയും 10ഉം 20ഉം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ഇസഡ് എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എ ഡാഷ് എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതാം. ഇനി ഈ ഡെൽറ്റ സെഡ് കാണാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഇല്ല. ഡെൽറ്റ സെഡ് പറഞ്ഞാൽ എറർ അല്ലേ. എന്നാൽ ഇത് ഡയറക്റ്റ് കാണാൻ ഇക്വേഷൻ എങ്കിലും റിലേറ്റീവ് എറേഴ്സിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്ന് എഴുതാൻ പറ്റും. ശ്രദ്ധിക്കാം, ഇവിടെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി. അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും.
എന്നാൽ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമുക്ക് റിലേറ്റീവ് എറേഴ്സ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇക്വേഷന്റെ ഫോമിൽ എഴുതാൻ പറ്റത്തുള്ളൂ. Therefore, relative error in the result delta z by z calculate ചെയ്തു നോക്കാം. Delta z by z എന്താ വരിക? എറർ ഇല്ലാത്ത എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് z. അത് എത്രയാ? 10 into 20. എയും ബിയും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അത് എത്രയാ? 200 അല്ലേ? അപ്പോൾ ഡെൽറ്റ z by 200 is equal to delta a by a എത്രയാ? 0.1 divided by 10 plus 0.2 divided by 20. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക 0.02 എന്നാണ്. ഡെൽറ്റ z by 200 എന്തെന്ന് കിട്ടി? 0.02 കിട്ടി. നമ്മളോട് ചോദിച്ച എറർ എത്രയാണെന്നാണ്, റിലേറ്റീവ് എറർ അല്ല. അതായത് ഡെൽറ്റ z ആണ് ചോദിച്ചത്. ഇതിന് ഡെൽറ്റ z എന്തെന്ന് എഴുതാം? ഡെൽറ്റ z is equal to 0.02 divided by 200 റൈറ്റോട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 200. ഇത് ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. അതായത് മൾട്ടിപ്ലിക്കേഷനിലെ എറർ ഡെൽറ്റ z is equal to 4 ആയിരിക്കും. പിന്നെ തൊട്ട് മുന്നേ പറഞ്ഞു റിലേറ്റീവ് എറർ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും സെയിം ആണ്. അതായത് ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a plus ഡെൽറ്റ b by b എന്ന് എഴുതാൻ പറ്റും. ഏത് കേസിലും z dash is equal to a dash divided by b dash ആണെങ്കിലും ഡെൽറ്റ z by z is equal to ഇങ്ങനെ എഴുതാൻ പറ്റും. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും റിലേറ്റീവ് എറേഴ്സിനെ സെയിം ഇക്വേഷൻ വഴി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നോക്കാം, ഇവിടെ z എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ ആണ്. നേരത്തെ a ഇൻറ്റു ബി ആയിരുന്നു, ഇവിടെ a ഡിവൈഡഡ് b. എറർ ഇല്ലാത്ത എയും ബിനെ ഡിവൈഡ് ചെയ്താൽ എത്രയാണോ കിട്ടുക അതായിരിക്കും z. എത്രയത്? 10 divided by 20 which is equal to 0.5. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഡെൽറ്റ z divided by 0.5 is equal to ഡെൽറ്റ a by എത്രയാ? 0.1 divided by 10 plus 0.2 divided by 20. ഇത് ആഡ് ചെയ്താൽ നമുക്ക് 0.02 കിട്ടും. ഡെൽറ്റ z by 0.5 ആണെങ്കിൽ 0.02. ഇവിടെ ശ്രദ്ധിക്കണം, നേരത്തെ നമുക്ക് 0.02 വരെ കറക്റ്റ് ആണ്. ഈ ഡിനോമിനേറ്ററിൽ ആണ് റൈറ്റോട്ട് മാറ്റുമ്പോൾ മാത്രമാണ് ആൻസർ മാറുന്നത്. ഈ ഡിനോമിനേറ്ററിൽ ആളുകൾ എന്താ? നേരത്തെ a ഇൻറ്റു ബി ആയിരുന്നു, ഇവിടെ a ഡിവൈഡഡ് ബൈ ബി ആണ്. അത് ഓർത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ z is equal to ഡിനോമിനേറ്ററിൽ ആണ് കൊടുക്കുമ്പോൾ ഇൻറ്റു 0.02 ഇൻറ്റു 0.5. ഇത് ചെയ്താൽ നമുക്ക് 0.01 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഡിവിഷനിൽ എറർ കാണാനുള്ള ഇക്വേഷൻ എന്താ? എറർ എത്രയാണ്? ഡെൽറ്റ z is equal to 0.01. അങ്ങനെ 4 കേസിലും 4 ഓപ്പറേഷൻസിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള എറേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എറേഴ്സ് എന്ന ടോപ്പിക്കിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ വയർ ഹാസ് എ മാസ് 0.3 + or - 0.003 gram, radius 0.5 + or - 0.005 millimeter, and length 0.6 + or - 0.006 centimeter. The maximum percentage error in the measurement of its density. അതായത് എറർ ഉള്ള വാല്യൂസ് ആണ്, മാസ് ആയാലും റേഡിയസ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി, ഈ വയറിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതിന് എത്രത്തോളം എറർ വരാൻ ചാൻസ് ഉണ്ട്, മാക്സിമം എത്രത്തോളം എറർ വരും. അതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട. നോക്കാം, നമുക്കറിയാം ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയില്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചാൽ മതി. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ വോളിയം ആണ്. മാസ് ഡിവൈഡഡ് ബൈ ഇവിടെ വോളിയം, വയറിന്റെ വോളിയം ആണ്. റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്, അപ്പം സർക്കുലാർ വയർ ആണ് അല്ലേ. ഓക്കെ, ഇതിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? പൈ r square into L. പൈ r square into L. അപ്പോൾ മാസ് ഡിവൈഡ് ബൈ പൈ r square L. കാരണം ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ്, സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെ കേട്ടോ. ഓക്കെ, ഇവിടെ ചോദിച്ചത് മാക്സിമം പെർസെന്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് ഡെൻസിറ്റി. അതായത് എററുള്ള വാല്യൂസ് ആണ് എം ഡാഷും എൽ ഡാഷും ആർ ഡാഷും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോയിലും എന്തുണ്ട്? എറർ റോ ഡാഷ് എഴുതാം. അപ്പോൾ ഈ റോ ഡാഷിൽ നമ്മൾ കയ്യിലുണ്ട്. ഇവിടെ എന്താ ആക്ച്വലി ഡിവിഷൻ ആണ്. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. മാസിനെ ഡിവൈഡഡ് ബൈ ഈ പ്രോഡക്റ്റ് അല്ലേ. ഇവിടെ ഡിവിഷനും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്. പക്ഷെ ഡിവിഷനും പ്രൊഡക്റ്റും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് റിലേറ്റീവ് എറേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ഇഫ് z dash is equal to a dash divided by b dash ആണെങ്കിൽ, അല്ലെങ്കിൽ a into b ആണെങ്കിൽ, ഓർ a into b ആണെങ്കിലൊക്കെ എന്തെന്ന് എഴുതാൻ പറ്റും? ഡെൽറ്റ z by z is equal to ഡെൽറ്റ a divided by a plus ഡെൽറ്റ b by b എന്ന് എഴുതാൻ പറ്റും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഈ ഇക്വേഷൻ മതി. ഓക്കെ, ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ റോ ബൈ റോ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും?
ഡെൽറ്റ റോ ബൈ റോ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം പ്ലസ് ഇവിടെ എയും ബിയും മാത്രമല്ല വേറെ ടേംസ് ഉണ്ട് അല്ലേ. അപ്പോൾ എം എന്ന് പറയുന്നത് ഡെൽറ്റ എം ബൈ എം പ്ലസ് ആർ അല്ലേ. ആർ സ്ക്വയർ എന്ന് വരുന്നില്ലേ, അപ്പം 2r വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡെൽറ്റ ആർ ബൈ ആർ സ്ക്വയർ നമുക്ക് ആർ ഇൻറ്റു ആർ എഴുതി കൂടെ. അതായത് ഞാൻ നമ്മൾ മാറ്റി എഴുതാം. എം ഡാഷ് ഇസ് ഈക്വൽ ടു പൈ ആർ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഓക്കെ, ഓരോ ടേമിന്റെയും ആർ ഡാഷ് ഇൻറ്റു ആർ ഡാഷ് എടുക്കണം. അപ്പോൾ ഓരോ ടേമിന്റെയും റിലേറ്റീവ് എറേഴ്സിന്റെ സം എടുക്കണം. അപ്പോൾ എമ്മിന്റെ എടുത്തു ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ ആർ ബൈ ആർ പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ ഇവിടെ റിലേറ്റീവ് എറർ അല്ല ചോദിച്ചത്, പെർസെന്റേജ് എറർ. ഇങ്ങനെ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാം. റിലേറ്റീവ് എറർ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് എറർ കിട്ടും. അതായത് ഇതേ ഇൻറ്റു 100 ചെയ്യാം, അതേപോലെ ഈ എല്ലാ ടേമിനും ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് എറർ കിട്ടും. നേരത്തെ എഴുതിയ ഇക്വേഷനെ തന്നെ ഒന്നുകൂടി നീറ്റായിട്ട് മാറ്റി എഴുതിയതാണ് കേട്ടോ. സെയിം ഇക്വേഷൻ തന്നെ. ഇതാണ് റിലേറ്റീവ് എറർ. ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പെർസെന്റേജ് എറർ അല്ല, റിലേറ്റീവ് എറർ അല്ല, ഇതാണ് റിലേറ്റീവ് എറർ. നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി മാറ്റി എഴുതി മാത്രം. ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു 100 അല്ലേ, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഈ ആൻസർ കൂടെ എഴുതിയാൽ മതി. ഡെൽറ്റ എം ബൈ എം, ഡെൽറ്റ എം എത്രയുടെ മാസ് എം പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എം. എറർ എത്രയാണ്? 0.003 ഡിവൈഡഡ് ബൈ എം എത്രയാ? 0.3. തെറ്റിച്ചെടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആരെ തന്നത്? ഈസി ആയിക്കോട്ടെ, വെച്ച് തന്നേക്കാം. പിന്നെ ഡെൽറ്റ ആർ ബൈ ആർ ഉണ്ട്, ഡെൽറ്റ ആർ ബൈ ആർ ഉണ്ട്. പിന്നെ 2 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ എന്ന് എഴുതാം. 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ, ആർ ഇവിടെ റേഡിയസ്. ഡെൽറ്റ ആർ എത്രയാ? 0.005 ഡിവൈഡഡ് ബൈ 0.5 പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ എത്രയാ? 0.006 ഡിവൈഡ് ബൈ 0.6 ഇൻറ്റു 100 ആയിരിക്കും ആൻസർ. ചിലരെന്ത് ചെയ്യും? ഇവിടെ മില്ലിമീറ്റർ അല്ലെ, ഇവിടെ സെന്റിമീറ്റർ അല്ലെ, ഗ്രാം അല്ലെ, ഇതിനൊക്കെ ഒന്ന് മാറ്റിക്കളാറുണ്ടായിരിക്കും. എസ് ഐ യൂട്ടിലേക്ക് മാറ്റിയിട്ടൊക്കെ ചെയ്യാൻ നോക്കും. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടുക. കാരണം ഇവിടെ റിലേറ്റീവ് എററാണ്. അതായത് ഡിനോമിനേറ്ററിൽ സെയിം ക്വാണ്ടിറ്റി ആണ് വരുന്നതുകൊണ്ട് രണ്ടുകൂടി ക്യാൻസൽ ചെയ്ത് പോകും. നമ്മൾ ഇതിന്റെ ഓൾട്ടറേഷൻ നടത്തിയിട്ട് കാര്യമില്ല, സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, 0.003 ബൈ 0.3 എത്രയാണ് ഇതിന്റെ ആൻസർ? 0.01. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു 0.01 പ്ലസ് 0.01 ഇൻറ്റു 100 ഇതെത്രയാ? 0.01 പ്ലസ് 0.02 പ്ലസ് 0.01 ഇൻറ്റു 100. മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടോ എല്ലാ സ്റ്റെപ്പും എഴുതുന്നത്. 2 ഇൻറ്റു 0.01 എഴുതിയപ്പോൾ 0.02. അപ്പോൾ എല്ലാം കൂടി എഴുതിയത് 0.04 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 4. അതായത് 4% പെർസെന്റേജ് എത്ര കണ്ടുപിടിച്ചപ്പോൾ 4%. അതായത് ഡെൽറ്റ റോ ബൈ റോ ഇസ് ഈക്വൽ ഇൻറ്റു 100 എത്രയാ? 4% ആണ് കിട്ടി. ഇതാണ് ആൻസർ. നമ്മളിവിടെ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഈ 6 ക്വസ്റ്റ്യൻസിലും നമ്മൾ ഈ മൊത്തം ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മൊത്തം ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം. ഇതൊക്കെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തെന്ന് തന്നെ പറയാം. ഓക്കെ, മാക്സിമം ട്രൈ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കാണുക, ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.